ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കയ്പക്ക കൊണ്ട് ഒട്ടും കയ്പില്ലാത്തൊരു ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത്. ഈ സാധനങ്ങളെല്ലാം ചേർത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടും കയ്പില്ലാത്ത കയ്പക്ക ഉപ്പേരി തയ്യാറാക്കാൻ പറ്റും. കയ്പക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടപ്പെടും. ഇതുപോലെ കറി വെക്കുകയാണെങ്കിൽ കുട്ടികൾ പോലും കഴിക്കും. ഇത് ഉണ്ടാക്കാൻ വേണ്ടി 3 കയ്പക്ക എടുത്തിട്ടുണ്ട്. കയ്പക്ക മുറിച്ച് ചെറുതായി അതിനുള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. കയ്പക്ക നമ്മുടെ നാട്ടിൽ കയ്പക്ക എന്നാണ് പറയുക. പാവക്കക്ക് പച്ചമാങ്ങ, കയ്പക്ക ഇതുപോലെ ചെറുതായി മുറിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു പച്ചമാങ്ങ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്ത പച്ചമാങ്ങ. നല്ല പുളിയുള്ള പച്ചമാങ്ങയാണെങ്കിൽ വലിയ മാങ്ങ എടുക്കണ്ട, അതിൻ്റെ പകുതി എടുത്താൽ മതി. ഇത് പുളി കുറച്ച് കുറവുള്ളതായതുകൊണ്ടാണ് ഒരു മാങ്ങ തന്നെ എടുത്തിട്ടുള്ളത്. പച്ചമാങ്ങ ഇതുപോലെ മുറിച്ചതും ചേർത്ത് കൊടുത്ത് ഒരു തക്കാളി അതിൻ്റെ ഉള്ളിലുള്ള അരി എടുത്ത് കളഞ്ഞ് മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പച്ചമുളക്, ഒരു കഷ്ണം സവാള ചെറുതായി എരിഞ്ഞതും, 2 പച്ചമുളകും, കുറച്ച് കറിവേപ്പിലയും ഉപ്പും, ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്ന വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. തക്കാളി മുറിച്ചെടുക്കുമ്പം അതിൻ്റെ ഉള്ളിലുള്ള ആ അരി കളഞ്ഞ് വേണം ഇതിലേക്ക് ഇത് മുറിച്ച് എടുക്കാൻ, അതല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് പിരിമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് പെട്ടെന്ന് വേവുന്നത് കൊണ്ട് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, തുറന്നിളക്കി കൊടുക്കണം. ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കൂടുതൽ വെള്ളമായാൽ ഇത് കുഴഞ്ഞ പോലെയാവും, അപ്പോൾ ഈ ഉപ്പേരി ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പാകത്തിൽ വെള്ളമൊഴിച്ച് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് വേവുന്ന ഇത് കൊണ്ട് തന്നെ വെള്ളം വളരെ കുറച്ച് ഒഴിച്ച് വേവിച്ചെടുക്കണം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പിടി തേങ്ങയും ഒരു 6-7 വെളുത്തുള്ളി ചതച്ചതും 4 കാന്താരി, 1/4 ടീസ്പൂൺ നല്ല ജീരകവും കറിവേപ്പിലയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ചതച്ചിട്ടില്ല. വെളുത്തുള്ളി, കാന്താരി, കറിവേപ്പില, ജീരകം ചതച്ച് തേങ്ങ ചെറുകിയതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് ഇളക്കി യോജിപ്പിച്ച ശേഷം മാറ്റി വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായി ഒന്ന് ചൂടാവുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ല പോലെ ചൂടായി എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പം ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും 3 ടേബിൾ സ്പൂൺ തേങ്ങ, ചെറിയ തേങ്ങയും കൂടെ ചേർത്ത് ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. തേങ്ങയും ഉള്ളിയെല്ലാം ബ്രൗൺ കളറായി വരണം. ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 4-5 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുത്ത് തേങ്ങ മൂപ്പിച്ചെടുക്കാം. എണ്ണ കൂടുതൽ വേണ്ടാത്തവരാണെങ്കിൽ ഇതുപോലെ മൂപ്പിച്ചതിന് ശേഷം തേങ്ങ മൂത്ത് കിട്ടണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് കറി ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഇതുപോലെ മൂപ്പിച്ച ശേഷം ഈ എണ്ണ അധികം ഉപയോഗിക്കാത്തവർ ഈ എണ്ണ ഇതുപോലെ ഒന്ന് ഊറ്റി കളഞ്ഞാൽ മതി. ഒരു പാത്രത്തിലേക്ക് ഇത് ഊറ്റി കളയുന്നുണ്ട്. എണ്ണ വേണ്ടവർ ഈ എണ്ണയോടെ തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി ഇത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇത് കുറച്ച് ഫ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇത് ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ആ വറവിലുള്ള എണ്ണയോടെ ഇത് നല്ലപോലെ മുരിഞ്ഞ് കിട്ടും. പാവയ്ക്കും ഒക്കെ ഞാനിത് ഇതുപോലെ വാങ്ങി വെക്കും. ഇങ്ങനെയാണ് എടുക്കുന്നത്.
4-5 മിനിറ്റ് ഫ്രൈ ആക്കി എടുക്കുക വേണ്ടവർക്ക്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നിങ്ങൾ പാവക്ക കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. ഒട്ടും കയ്പില്ലാത്ത പാവക്ക കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയുള്ള കൈപ്പക്കത്തോരൻ റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.